ഡിഡും സബ്ജക്റ്റും ഇൻവേർഷൻ നടത്തിയാൽ അത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആവും. ഡിഡിൻ്റെ കൂടെ നോട്ട് ചേർത്തിട്ട് ഇൻവേർഷൻ നടത്തിയാൽ, അതായത് ഡിഡിൻ ഹി എന്നായാൽ അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആവും. നമുക്ക് എക്സാമ്പിൾസിലൂടെ നമുക്കത് പഠിക്കാം. ഞാൻ പറയാറുണ്ടല്ലോ, എല്ലാ സെന്റൻസിനെയും 4 തരത്തിൽ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. ആണെന്ന് പറയാം, അല്ല എന്ന് പറയാം, ആണോ എന്ന് ചോദിക്കാം, അല്ലേ എന്ന് ചോദിക്കാം. ആയിരുന്നു എന്ന് പറയാം, ആയിരുന്നില്ലെന്ന് പറയാം, ആയിരുന്നോ എന്ന് ചോദിക്കാം, ആയിരുന്നില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ എല്ലാ സെന്റൻസിനെയും പോസിറ്റീവായും നെഗറ്റീവായും, പോസിറ്റീവ് ക്വസ്റ്റ്യനായും നെഗറ്റീവ് ക്വസ്റ്റ്യനായും മാറ്റാം. അതുകൊണ്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണുകയാണെങ്കിൽ 4 ഇരട്ടി ഇഫക്റ്റ് ആണ്. ഒരു സെന്റൻസ് പഠിച്ചാൽ അതിനെ 4 തരത്തിൽ മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് പറഞ്ഞു പഠിക്കുമ്പോൾ എപ്പോഴും ഈ 4 സെന്റൻസിൽ ഒരുമിച്ച് പറഞ്ഞു പഠിച്ചാൽ നമ്മുടെ ബ്രെയിനിൽ അതിനൊരു കണക്ഷൻ അതിനുണ്ടാവും. അത് അതിവേഗം നമ്മുടെ